ഇന്നലെയും ഇന്നും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് പൃഥ്വിരാജാണ്. കാരണം പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം ഖലീഫ എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ വൈശാഖ സമയം ചെയ്യുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആ ആങ്കർ ചോദിച്ചൊരു ചോദ്യം, അതായത് മികച്ച ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നടൻ ആരാണ് എന്ന് ചോദിച്ചപ്പം ഞാൻ കയ്യടി മേടിക്കാം, മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ ആരാധകരുടെയും കയ്യടി മേടിക്കാൻ വേണ്ടി പറയുമല്ല, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നടൻ എനിക്ക് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മമ്മൂട്ടിയാണ് എന്ന് പറഞ്ഞു. ഇത് പണ്ടൊരു തവണ ഭയങ്കര വിവാദമായതാണ്. ജഗതി, നമ്മുടെ നടൻ ജഗതി 5 മികച്ച നടന്മാർ ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞു. ഒന്ന് നെടുമുടി വേണു, തിലകൻ, ഭരത് ഗോപി, മോഹൻലാൽ, പിന്നെ ജഗതി തന്നെ പറഞ്ഞു ഞാനും. അന്ന് ഭയങ്കര വിവാദമായിരുന്നത്. അതിനുശേഷം ലോഹിദാസ് അതിനെ വളരെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് പറഞ്ഞു, ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു കഥാപാത്രത്തിലോട്ട് മാറുമ്പോൾ, പൃഥ്വിരാജ് ഇപ്പം പറഞ്ഞത് തന്നെയാണ്, മാറുമ്പോൾ ആ ഒരു പരകായ പ്രവേശം നടത്തുന്ന ആരാണോ, അന്നേരം അവിടെ മമ്മൂട്ടിന്നോ മോഹൻലാലിനോ ഇല്ല, ആ കഥാപാത്രമായിട്ട് മാത്രം നിൽക്കുന്ന ആരാണോ അയാളാണ് മികച്ച നടൻ. അങ്ങനെ നോക്കുമ്പം അമരത്തിൽ നിന്ന് അച്ചൂട്ടിയിലേക്കും, അച്ചൂട്ടിയിൽ നിന്നും വീണ്ടും മൃഗയിലെ വാറുണ്ണിയിലേക്കും, അംബേദ്കറിലേക്കും, മാടയിലേക്കും, നമ്മുടെ വിധേയനിലെ ഭാസ്കര പട്ടയിലേക്കും, ഇനി വന്ന് 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 കൊടുവൻപോറ്റിയിലെ ബ്രഹ്മയുഗത്തിലെ കൊടുവൻപോറ്റിയിലോട്ട് വരുമ്പം കഥാപാത്രങ്ങളെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, അവിടെ മമ്മൂട്ടിയെ കാണാൻ പറ്റത്തില്ല എന്ന് അന്നത്തെ സിനിമകൾ വെച്ച് ലോഹിദാസ് കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ ഇപ്പം വീണ്ടും പൃഥ്വിരാജും പറയുന്നത് അത് തന്നെയാണ്. പൃഥ്വിരാജ് ഏറ്റവും കൂടുതൽ സിനിമകൾ 3 സിനിമകൾ ചെയ്തേക്കുന്നതിൽ 3ലും മോഹൻലാലാണ് നായകൻ. ബ്രോഡാഡി ആയാലും, ലൂസിഫർ ആയാലും, എമ്പുരാനായാലും. അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതാണ്. പൃഥ്വിരാജ് കൃത്യമായിട്ട് പറയുന്നു, ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നടൻ. അതായത് ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു കഥാപാത്രത്തിലേക്ക് മാറുമ്പോൾ ആ ശരീരഭാഷ കൊണ്ടും അതുകൊണ്ടും വേറൊരാളെ കാണാൻ പറ്റത്തില്ല, അവിടെ മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരാളെ കാണാൻ പറ്റത്തില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. പൃഥ്വിരാജ് മറ്റൊരു അഭിപ്രായം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് മമ്മൂട്ടി കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിട്ട്, അതായത് കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു കഥാപാത്രത്തിലോട്ട് മാറുന്നത് മോഹൻലാലല്ല, കമലഹാസന്റെ പേരാണ് അദ്ദേഹം രണ്ടാമത് പറഞ്ഞത്. അവിടെ മോഹൻലാലിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. എത്ര പേര് ഇതിനോട് യോജിക്കുന്നു? മമ്മൂട്ടിയാണോ, മോഹൻലാലാണോ, അതോ കമലഹാസനാണോ ഏറ്റവും ഇന്ത്യയിലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നടൻ ആരാണ്? പൃഥ്വിരാജിന്റെ അഭിപ്രായത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ?